പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. നമ്മളെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ദേവാലയം പോലും. ദേവാലയങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹ സാന്നിധ്യമുണ്ട്. നമ്മളിങ്ങനെ ദേവാലയത്തിൽ പ്രവേശിക്കാതെ പുറത്തൊക്കെ നിന്ന് കുർബാന കൂടുന്നവർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഒരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ദേവാലയത്തിനകത്ത് അനുഗ്രഹ പെരുമഴ പെയ്യുകയാണ്. ഇപ്പോൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ മടിയുള്ളവർ പുറത്തുനിന്ന് തലയെങ്കിലും ഒന്ന് അകത്തേക്ക് വെച്ച് കൊടുത്താൽ തലയിലെങ്കിലും അനുഗ്രഹം വന്ന് വീഴും. ഇത് ദേവാലയം ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവശക്തി ഇറങ്ങി വരുന്ന സ്ഥലമാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ, ദേവാലയത്തിനകത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവകാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവശക്തി ഇറങ്ങി വരും, പെട്ടെന്നിറങ്ങി വരും എന്ന വിചാരം അത് ദൈവം നൽകുന്നതാണ്, അത് സ്വർഗീയമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. അങ്ങനൊരു വിചാരത്തിന്മേലാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ പോകുന്നത്. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകളെല്ലാം നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അധപതിച്ച് ലോകത്തെ അങ്ങ് പുത്രൻ്റെ താഴ്മയാലങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അങ്ങ് വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച ഞങ്ങളെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കാനിടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് യാക്കോബ് ബെർശാബയിൽ നിന്നും ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്കു കീഴേ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുൾ ചെയ്തു, ഞാൻ നിന്റെ പിതാവായ എബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവയായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. ഭീതി പൂണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്കു കീഴേ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്നു പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര്. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു, ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ദൈവം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു
മരണത്തെ ഇല്ലാതാക്കുകയും സുവിശേഷത്തിലൂടെ ജീവൻ വെളിപ്പെടുത്തുകയും ചെയ്തു. കർത്താവ് നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തു നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ. ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവരാകട്ടെ അവനെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്ത് കടന്ന് അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി. അപ്പോൾ ബാലിക എഴുന്നേറ്റു. ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ഭവനം എന്നാണ്, ദൈവത്തിൻ്റെ ഭവനം എന്നാണ്. ബേത്ത് എന്ന് പറയുന്നത് ഭവനം, ഇപ്പം ഏൽ എന്ന് പറയുന്നത് ദൈവം. ഇപ്പോൾ ബേത്ത്ലഹേം അത് അപ്പത്തിൻ്റെ ഭവനം എന്നാണ്, ബേത്ത്ലഹേം. ബെത്സൈദ എന്ന് പറഞ്ഞാൽ അത് ഹൗസ് ഓഫ് ഫിഷർമെൻ, ഹൗസ് ഓഫ് ഫിഷർമെൻ. ബേത്സദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരുണയുടെ ഭവനം എന്നാണ്. ബഥാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാവങ്ങളുടെ ഭവനം എന്നാണ്. അങ്ങനെ ഇപ്പം ബേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനം എന്നാണ്, ബേത്ത്. ഇപ്പം ബഥേൽ അത് ഇന്നത്തെ 1-ാം വായനയിൽ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ഇവിടെ കർത്താവുണ്ട്. തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ കവാടമാണ് ഇവിടം. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ഇപ്പോൾ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും എത്ര സുന്ദരമാണ്. ദൈവത്തിൻ്റെ ഭവനമാണല്ലോ ദേവാലയം, ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ ദേവാലയത്തിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ആ രൂപത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈശോയുടെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. അതുതന്നെയാണ് യാക്കോബിൻ്റെ ഗോവണിയിൽ അത് കണ്ട കാര്യം അങ്ങനെയാണ്. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് യാക്കോബിന് കിട്ടിയ ദർശനമാണ്. ഉൽപ്പത്തിയുടെ 28-ാം അധ്യായം 12-ാം വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യത്തിൽ ഇതുപോലൊരു കാര്യം പറയുന്നുണ്ട്. നഥാനയേലിന് സംഭവിച്ച ഒരു കാര്യമാണ്, അദ്ദേഹത്തിനോട് ദൈവം പറയുന്ന കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞു, അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യം. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അപ്പം അതാണ് ദേവാലയം, ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. വെറുതെ ഒന്ന് ചിന്തിച്ച, ഒരു ഈശോ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു ഗോവണിയാണ്. ഗോവണി സ്വർഗവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കാൻ വേണ്ടി, നമ്മൾ കയറിപ്പോകാൻ വേണ്ടിയിട്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, 14-ാം അധ്യായം 6-ാം വാക്യം, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. അപ്പം പിതാവിൻ്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്ന നമ്മൾ, പിതാവിൻ്റെ മടിയിലിരുന്ന നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. ഇനി നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പം നമ്മൾ കയറിപ്പോകാൻ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയാണ് യേശു ക്രിസ്തു.
അതാണ് ഇത്. ഈ ഒരു വിചാരം നമുക്ക് വേണം. യേശു ക്രിസ്തു ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇതിൽ വല്ല സംശയമുണ്ടോ? ഇതിൽ വല്ല സംശയമുണ്ടോ? യേശു ക്രിസ്തു വല്ല കെട്ടുകഥയാണോ? യേശു ക്രിസ്തു സത്യമായ ദൈവമല്ലേ? സത്യമായ ദൈവമാണ്. ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് തന്നെയാണ് നടപടി പുസ്തകത്തിൽ 4-ാം അധ്യായം 11ഉം 12ഉം വാക്യത്തിൽ അതിങ്ങനെ പറഞ്ഞത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് വർത്തമാനമല്ല അത് ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണ്. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ഒരു വിചാരം നമുക്ക് വേണം. ഈ വിചാരം വേണം. ഈ വിചാരമുണ്ടെങ്കിൽ ഞായറാഴ്ച ആചരണം മുടക്കുമോ? കൂടെയുള്ള കുമ്പസാരം മുടക്കുമോ? കുർബാന സ്വീകരണം മുടക്കുമോ? കാരണം ദൈവവുമായിട്ട് അടുപ്പം വരുത്തുന്ന കാര്യങ്ങളാണത്. ഈ വിചാരമുണ്ടെങ്കിൽ ദുരാചാരങ്ങൾക്ക് അടിമപ്പെടുമോ? ചരട് കെട്ടു, തൊട്ടിൽ കെട്ടു, താഴ്ത്തു പൂട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകെ പോകുമോ? ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നത് ഒരു താക്കോലിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? ഒരു ചരടിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? രക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് സഭയിലൂടെ, ബൈബിളിലൂടെ, പാരമ്പര്യങ്ങളിലൂടെ, സഭയുടെ പ്രബോധനങ്ങളിലൂടെ ഒക്കെ നമ്മളെ പഠിപ്പിച്ച കാര്യം നമുക്ക് ചില നേരങ്ങളിലെങ്കിലും വഴിയിൽ നിന്ന് അവരുടെ വാക്യങ്ങളാണ് നമുക്ക് വലിയ കാര്യം. ഇത് തെറ്റാണ്. ചില തലമൂത്ത അമ്മമാരൊക്കെയാണ് മക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അത് ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യുമെന്ന് പറഞ്ഞു വിടുന്നത്. ചരട് കെട്ടണം, അവിടെ പോയിട്ട് ചരട് കെട്ടിയേ പോരാവൂ, അവിടെ പോയിട്ട് താക്കോല് കെട്ടണം, അവിടെ പോയിട്ട് ആ തൊട്ടിലൊക്കെ കെട്ടിയിട്ടേ പോരാവൂ എന്ന് പറഞ്ഞ തള്ളമാരാണ്, തലമൂത്ത അമ്മമാരാണ് മക്കളെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. എന്തൊരു കഷ്ടമാണ്. ഈശോയെ അറിഞ്ഞിട്ടില്ല. ഈശോയെ അറിഞ്ഞ ഒരുത്തനും അങ്ങനെ ചെയ്യല. ഈ രക്തസ്രാവക്കാരിയുടെ ഉള്ളിലൊരു വിചാരമുണ്ടായിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ മതി. ഈ വിചാരമാണ് നമ്മളെ രക്ഷിക്കുക. അവളുടെ ഈ വിചാരത്തിന് കാരണമുണ്ട്. അവൾ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. 12 വർഷം പല വൈദ്യന്മാർ, പല ചികിത്സകൾ, ഒന്നിനും അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. അവൾ കഷ്ടപ്പെട്ടിരുന്നു. അവളുടെ കഷ്ടതയിൽ അവൾക്ക് പിന്നെ ഒരേ ഒരു വഴി, പ്രിയ ദൈവവൈതലേ, നിനക്ക് പല വഴിയുണ്ടെങ്കിൽ നിനക്ക് രക്ഷയില്ല. നീ ഇപ്പോഴും കർത്താവിനെ അറിഞ്ഞ നീ പല വഴിയിലൂടെയാണ് നീ പോകുന്നതെങ്കിൽ നിനക്ക് രക്ഷയില്ല. കാരണം ഈ വിചാരം ആദ്യം വേണം. ഈ വിചാരം സ്വർഗീയമാണ്. ദൈവം തരുന്നതാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകണം, കൂടെ കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം. ഈ വിചാരം ദൈവം തരുന്നതാണ്. അത് ദൈവം തരുന്ന സഭയിലൂടെ, കാറ്റഗിസത്തിലൂടെ നമ്മുടെ സഭ പഠിപ്പിച്ച കാര്യമാണ്. വഴിയിൽ നിന്ന് ആരും പറഞ്ഞു തന്ന കാര്യമല്ലത്. വഴിയിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു തന്ന കാര്യമാണോ? അപ്പനും അമ്മയും ഈശോയെ കാണിച്ചു തന്നിട്ട് അത് ഈശോയാണെന്ന് പറഞ്ഞത് അപ്പനും അമ്മയും വഴിയിൽ നിന്ന് കയറി വന്നവരാണ്. അവർ നമ്മുടെ സ്വന്തം ആളുകൾ, നമ്മളെ പഠിപ്പിച്ച കാര്യമല്ലേ, നമ്മുടെ സ്വന്തം ആളുകൾ. അപ്പോൾ നമുക്ക് ഈ വിചാരം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവവൈതലൻ, നീ ഞായറാഴ്ച ആചരണം മുടക്കുകയും കുമ്പസാരം, കുർബാന സ്വീകരണം മുടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ വിചാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ വിചാരം നിനക്കില്ല. അതുകൊണ്ടാണ് നീ അനുഗ്രഹിക്കപ്പെടാത്തത്. നിന്നെ ഒന്ന് ദൈവമില്ല, കുമ്പസാരത്തിലൂടെ ഈശോയുടെ അടുത്ത് വരികയാണ്. അവള് എങ്ങനെ വന്നത്? പിന്നിലൂടെ വന്നു. ആരും അറിയാലല്ലോ നമ്മുടെ പാപം. അത് ഈശോയോട് മാത്രം പറഞ്ഞാൽ പോരെ. അങ്ങനെ പറഞ്ഞ് ഈശോ രക്ഷിക്കാനുണ്ടാക്കിയ വഴിയാണ് കുമ്പസാരം. കുമ്പസാരത്തിലൂടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമുക്ക് ഉന്നതി ഉണ്ടാകും. ധൂർത്തപുത്രൻ്റെ കഥയെടുത്തു കഴിഞ്ഞാൽ അയാൾ വെറുതെ ആത്മീയ ഒരു ഉന്നതി മാത്രമല്ല അയാൾക്കുണ്ടായത്, ഭൗതിക നേട്ടം കൂടി അയാൾക്കുണ്ടായി കുമ്പസാരത്തിലൂടെ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം ഒരുക്കിയ വഴിയാണ് കുമ്പസാരം. പക്ഷെ പലർക്കും അതിനെക്കുറിച്ചൊരു വിചാരം പോലുമില്ല. അപ്പം കുമ്പസാരം ഇനി ഈശോയോട് ഏറ്റവും അടുത്ത് വരുന്ന കാര്യമല്ലേ പരിശുദ്ധ കുർബാന സ്വീകരണം. പക്ഷെ വളരെ നിസ്സാരമായ കാര്യത്തിന് പരിശുദ്ധ കുർബാന നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ മുടക്കിക്കളയാറുണ്ട്. അപ്പോൾ ഇത് ദൈവമായിട്ട് ടച്ചിൽ വരിക. ഇവൾക്ക് അപ്പം വിചാരം ആദ്യം വേണം. വിചാരമുണ്ടായപ്പോൾ അവൾ പിന്നിലൂടെ വന്ന് ആരെയും നോക്കിയില്ല. എനിക്കെൻ്റെ ഈശോയെ സ്പർശിക്കണം, എനിക്കെന്നെ എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെ ജീവിതത്തെ രക്ഷിക്കാൻ വേറെ ആർക്കും സാധ്യമല്ല,
ഈ വിചാരമാണ് അവളെ പിന്നിലൂടെ വന്ന് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കാനിടയാക്കിയത്. അവൾക്ക് സൗഖ്യം കിട്ടി, അവൾക്ക് അനുഗ്രഹമായി. പ്രിയ ദൈവവൈതലേ, നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റട്ടെ. വിചാരവും വിചാരിച്ചങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല, നടപടി ഉണ്ടാകണം. ആത്മീയ ജീവിതത്തിൽ ഈശോയെ തൊടാനുള്ള നടപടികൾ ഉണ്ടാകണം. അതാണ് കുമ്പസാരം, കുർബാന സ്വീകരണവും ഞായറാഴ്ച ആചരണവും. ഇത് നടപടിയാണ്. ഇത് ചെയ്യാതെ രക്ഷയില്ല. അല്ലെങ്കിൽ എങ്ങനെ ഈശോയെ തൊടും? ഈശോയെ എങ്ങനെ തൊടും? ഈശോ നേരിട്ട് വന്നിരിക്കുന്നത്. അവിടെ ആ സെൽഫി പോയിന്റിൽ ആളുകൾ ഇങ്ങനെ ഭയങ്കര ചേർന്നൊക്കെ നിൽക്കുന്നുണ്ട്, ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഈശോയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? ഇവൾ തൊട്ടപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിൽ ശക്തി പുറപ്പെട്ടു എന്ന്. അവന് ശക്തി പുറപ്പെട്ട രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു. ലൂക്ക 6:19. അതുകൊണ്ട് ഈ വിചാരം നമുക്കുണ്ടാകട്ടെ, നമുക്ക് സൗഖ്യമുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ. ഇത് കൂടുതൽ അനുഗ്രഹമാകട്ടെ. ഈ തീർത്ഥാടനം, ഈ കുർബാന അർപ്പണം, നമ്മുടെ കൗദാശിക ജീവിതം കൂടുതൽ അനുഗ്രഹമാകട്ടെ. ഈശോയെ തൊട്ടുള്ള ജീവിതം, തൊട്ട് മുട്ടി നിൽക്കുക. ഈശോ കുരിശിൽ മരിച്ച് അഭിഷേകത്തിൽ നിൽക്കുമ്പോൾ നമുക്കതുപോലൊരു പരിഹാരം ചെയ്യാൻ പറ്റുമോ? കുമ്പസാരത്തിലൂടെ നിരൂപാധികം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയെ മുട്ടി നിൽക്കാനുള്ള അവസരങ്ങളാണ് കുമ്പസാരം, കുർബാന സ്വീകരണവും. ആ അഭിഷേകം കിട്ടിയവനെ മുട്ടി നിൽക്കുക. ഈശോയുടെ അഭിഷിക്തനാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് യേശുക്രിസ്തു. ഈശോയെ മുട്ടി നിന്നുള്ള ജീവിതം ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് സങ്കീർത്തനം 91:14 പറയുന്നത്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ഈ ഒട്ടി നിൽപ്പ് വേണം പ്രിയ പൈതലേ. ഈ ഒട്ടി നിൽപ്പേ നിന്നെ രക്ഷിക്കൂ. നീ വേറെ പലതിനും ഒട്ടി നിൽക്കാൻ പോകല്ലേ, നീ കർത്താവിനെ ഒട്ടി നിൽക്കും. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി നീ വരേണേ ജീവനായി, ജീവനേകും ഭോജ്യമായി പിരിയാതെ എൻ നാഥനെ ഉള്ളിൽ വാഴണമേ. യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. ഈശോയെ ഒട്ടി നിന്ന് പരിശുദ്ധ മറിയമേ, ഈശോയെ എന്നും ഒട്ടി നിൽക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാഥ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി. കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി, കൈക്കൊള്ളണേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിത തലത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ.
കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ്
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ
അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വന്ന് അൾത്താരയിൽ വന്ന് സഹായിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായി ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.